ബാങ്കുകൾ, ചിട്ടികൾ, കമ്പനികൾ തീങ്ക് ചെയ്യും കളിച്ചോടതി. ഇതെല്ലാം വിടണം. ബാങ്കുകൾ, ചിട്ടികൾ, കമ്പനികൾ തീങ്ക് ചെയ്യും കളിച്ചോടതികൾ. ബാങ്ക്, ചിട്ടി, കമ്പനികള് തീങ്ക് ചെയ്യുന്ന കളിച്ചോടതി. ചോടതി എന്ന് പറഞ്ഞാൽ ലോട്ടറി, ഭാഗ്യക്കുറി. ഇപ്പോഴും ഭാഗ്യക്കുറി എടുക്കുന്ന പെന്തിക്കോസുകാരുണ്ട്. എടുത്ത് ബൈബിളിനകത്ത് വെച്ച് അടിക്കണേ 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 അടിക്കും. നിന്നെ താമസിക്കാതെ അടിക്കാൻ ചെയ്യുക. അതല്ലേ കൂടുതൽ, അവരല്ലേ മാതൃക. ബൈബിളിനകത്ത് വെച്ച് അടിക്കണേ അടിക്കണേ. എന്നിട്ട് എന്നും നമ്പർ നോട്ടമാണ്. എൻ്റെ അമ്മ ഒരു നമ്പറിന് അടുത്ത ദിവസം 10 എണ്ണം എടുക്കും. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? നമുക്ക് വരുന്ന ഉയരത്തിൽ നിന്നാണ്, കിഴക്കിൽ നിന്നുമല്ല, പടിഞ്ഞാറിൽ നിന്നുമല്ല, തെക്കിൽ നിന്നല്ല, ഉയരത്തിൽ നിന്നാണ് നമുക്ക് ഉയർച്ച വരുന്നത്. യഹോവ സിയോനിൽ നിന്ന് നിന്നെ, അതാണ് നമ്മുടെ അനുഗ്രഹം. അല്ല ഭൂട്ടാൻ ചാറ്റ എടുത്ത് അടിച്ചല്ല അനുഗ്രഹം. ദൈവത്തെ സ്വോത്രകാഴ്ചയുടെ പൈസ അതെടുത്ത സ്തോത്രം. അപ്പൊ ബാങ്കുകള്, ചിട്ടികള്, കമ്പനികൾ തീങ്ക് ചെയ്യും കളിച്ചോടതി. ബാങ്കുകൾ, ചിട്ടികൾ, കമ്പനികൾ തീങ്ക് ചെയ്യും കളിച്ചോടതികൾ. ആ ബാങ്കുകൾ, ചിട്ടികൾ, കമ്പനികൾ തീങ്ക് ചെയ്യും കളിച്ചോടതികൾ. തീങ്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുക, ഉന്മൂലനാശം വരുത്തുക, നശിപ്പിച്ച് കളയുക. അടിക്കാതെ വരുമ്പം ഒരു നമ്പര് പോകുമ്പോ പിന്നെ 5 എണ്ണം കൂടെ എടുക്കും. അത് ഒരു നമ്പർ. ഉയ്യോ എൻ്റെ അമ്മാമ 70 ലക്ഷം രൂപ ഒറ്റ നമ്പറിന് അടുത്ത പ്രാവശ്യം 50 എണ്ണം എടുക്കും. അത് മൊത്തം ഇനി തരാൻ പറയും. കടവും കൂടെ മേടിക്കും. ഭാര്യയോട് പറയും നീ അയൽക്കൂട്ടത്തിൽ നിന്ന് ഇച്ചിരി പൈസ എടുത്തോണ്ട് വരാൻ. നിന്നെ നശിപ്പിക്കുമെന്ന്. എന്നാൽ ഈ ദൈവമാനപീഠത്തിൽ വന്നിരുന്നേ, നീ അറിയാത്ത വഴികളെ ദൈവം തുറന്നു തരും. ദൈവം തുറന്നാൽ ആരും അടയ്ക്കത്തില്ല, ദൈവം അടച്ചാൽ ആരും തുറക്കത്തില്ല. ആരും അടയ്ക്കാതെ വിടം തുറക്കുകയും ആരും തുറക്കാനും അടയ്ക്കുകയും ദാവീദിന്റെ താക്കോ തോളുകളുടെ യേശുവിന്റെ നാമത്തിൽ ദൈവം നിനക്ക് വഴി തുറക്കും. അപ്പൊ ഇത് നശിപ്പിക്കുന്നതാ, തീങ്ക് ചെയ്യുക, നശിപ്പിക്കുക. ബാങ്കുകൾ, ചിട്ടികൾ, കമ്പനികൾ തീങ്ക് ചെയ്യും കളിച്ചോടതികൾ. ജിംനേഷ്യമോടത നാടകശാലകൾ, ജിംനേഷ്യമോടത നാടകശാലകൾ എന്നിവയോർത്തു നീ താമസിച്ചിടല്ലേ, എന്നിവയോർത്തു നീ താമസിച്ചിടല്ലേ. മാളിക, വീടുകൾ, ഗോപുരങ്ങൾ, മേളമേടുന്ന ദേവാലയങ്ങൾ. ഓ മാളിക, വീടുകൾ, ഗോപുരങ്ങൾ, മേളമേടുന്ന ദേവാലയങ്ങൾ. കാലേജുകളോട് യൂണിവേഴ്സിറ്റിയും, കാലേജുകളോട് യൂണിവേഴ്സിറ്റിയും. ഓ ഏതുമേ നോക്കാതെ പോരിക നായിക, ഏതുമേ വിശേഷങ്ങൾ, വിശേഷങ്ങൾ, ആഭരണം. എന്തോ പ്രയോഗമാണ്. വേഷം, നല്ല വേഷമൊന്നും അല്ലല്ലോ ഇടുന്നത്. ഞാനേ പെന്തിക്കോസുകാരുടെ ഒരു കാര്യം പറയാം. നീ യോഗ്യമായിട്ട് മാന്യമായിട്ട് വസ്ത്രം ധരിക്കണം. പെന്തിക്കോസുകാരോടാന്നേ ആ കാര്യത്തിൽ ഞാന് നിങ്ങൾ എന്നാ പറഞ്ഞാലും കൊള്ളാം, ബഹുമാനിക്കുന്നത് മുസ്ലിം സഹോദരിമാരെയാ. എന്ത് യോഗ്യമായിട്ടും മാന്യമായിട്ടും ആ വസ്ത്രം ധരിക്കുന്നത്. അതെ ആണെന്ന് കുശുമ്പ് കുത്തുന്നുണ്ടായിരുന്നു. എങ്ങനെ രക്ഷപ്പെടും? ഞാൻ ചില സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. വിമാനത്തെ കയറുമ്പോഴാന്നേലും, ലണ്ടനിൽ ചെല്ലുമ്പോഴാന്നേലും, അമേരിക്കയിലാന്നേലും, ഗൾഫിലാന്നേലും, കേരളത്തിലാന്നേലും, ഞങ്ങളുടെ അടുത്തൊരു സ്ഥലമുണ്ട്. അപ്പം ചില ദിവസങ്ങളിൽ സമയം കിട്ടുമ്പോൾ നടക്കാൻ പോലും കുളത്തിന്റെ കരയാണ്, പഞ്ചായത്തിന്റെ കുളമാണ്. അവിടെ ചില മുസ്ലിം സഹോദരിമാര് നടക്കാൻ വരും. അവർ കണ്ടാ അറിയാം യോഗ്യമായിട്ട്. അതേസമയം 1-2 പെന്തിക്കോസുകാർ വരുന്ന കണ്ടിട്ടോ, അത് ഞാനിപ്പോ പറയുന്നില്ല. ആ വിഷയത്തിൽ വളരെ ബഹുമാനിച്ചാ പറയുന്നത് മുസ്ലിം സഹോദരിമാരെ.
അവര് ലണ്ടനിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും പൊടിയാട്ടുകളിലാണെങ്കിലും നിങ്ങളെ കണ്ട വസ്ത്രധാരണം അങ്ങനെ നിങ്ങൾ അംഗീകരിക്കുകയല്ല. അല്ല, വളരെ യോഗ്യമായിട്ടാണ് ആ വിഷയത്തിൽ വളരെ മാന്യതയാണ്. നമ്മുടെ ആൾക്കാരോ ഇവിടെ നല്ല ചട്ടയും മുണ്ട് കൊടുത്ത അമ്മ അവിടെ ചെന്ന് കാച്ചട്ട ഇട്ട് തൊപ്പിയും വെച്ച് നിൽക്കുന്നു. ഇങ്ങനെ വിമാനത്തിൽ കയറുമ്പോഴേ പാൻറ് ആണെന്ന് ഞാൻ തമാശ പറഞ്ഞതല്ല. ഒരു കാര്യം പറയാം, യോഗ്യമായിട്ട് വസ്ത്രം ധരിക്കണം. മറ്റുള്ളവരെ ഇക്കിളിപ്പെടുത്തുന്ന, ത്രസിപ്പിക്കുന്ന, ഉന്മാദപ്പെടുത്തുന്ന, അവരെ ആകർഷിക്കുന്ന, അവരെ മറ്റ് വികാരങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലുള്ള വസ്ത്രധാരണം പുരുഷനും പാടില്ല, സ്ത്രീയും പാടില്ല. വിശേഷിച്ച് ദൈവമക്കൾ, വിശേഷിച്ച് ദൈവമക്കൾ. മനസ്സിലാകുന്നുണ്ടോല്ലോ? യോഗ്യമായിരിക്കണം. ലജ്ജാശീലത്തോടും സുബോധത്തോടും കൂടെ ആയിരിക്കണം. ലജ്ജാശീലത്തോടും സുബോധത്തോടും. പെന്തിക്കോസിലെ സഹോദരിമാരോട് അത് പറയാതിരിക്കാൻ ഒക്കത്തില്ല. ഇപ്പോഴത്തെ ഉപദേശിമാര് പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാകും. ഒന്നേ സ്ഥലം മാറ്റമായിരിക്കും, ഇല്ലെങ്കിൽ അന്ന് രാത്രി തന്നെ ടോർപിടോ വെക്കും, നിങ്ങളെ പൊരിപ്പിക്കും. നിങ്ങളാരും പറയട്ടെ, ഞാൻ അതിന്റെ പരുവത്തിന് പറയാം. എനിക്ക് ടോർപിടോ വെച്ചാൽ നീ കേൾക്കുകയല്ല, നീ അവിടെ വെച്ചോണ്ടിരിക്കട്ടെ. കൈക്കൊക്കെ ഇച്ചിരി ഇറക്കം വേണം. 1 മീറ്റർ തുണി അങ്ങ് മേടിക്കും, ബ്ലൗസിന് ഒന്ന് മേടിക്കും. 75 സെന്റിമീറ്റർ വെച്ച് യോഗത്തിന് കിടന്ന് പൊളയുക, എങ്ങൊന്നും എത്താതെ. എന്തിനങ്ങനെ കിടന്ന് പൊളയുന്നു? 1 മീറ്റർ അങ്ങ് മേടി. 1.5 മീറ്റർ ഉണ്ടായാലും തികയല്ല. മേടിക്കേ, നല്ല കാര്യമല്ലേ. എനിക്ക് തുണി ആവശ്യമില്ലെങ്കിൽ എന്നോട് പറയാം, എന്തെങ്കിലും ഉണ്ടാ ഞാൻ തരാം. ഞാൻ ഞങ്ങളുടെ സഭയില് എല്ലാവർക്കും ഡ്രസ്സ് എടുത്ത് കൊടുത്തു. ഡ്രസ്സ് കൊടുത്ത കാര്യം പറയുമൊന്നുമല്ല. അവിടെ ചോദിച്ചു കൊടുക്കും, മുറിക്കാൻ പറഞ്ഞു, തുണി മടിച്ച് മുറിച്ചു കൊടുക്കാൻ പറഞ്ഞു. ആരാധനയ്ക്ക് വരുമ്പോഴെങ്കിലും യോഗ്യമായിട്ട് വേണം. കൈകൊക്കെ ഇറക്കം വേണം. കഴുത്തെ ഇവിടെ ഒക്കെ കയറിയിരിക്കണം, ഇവിടെ ഒക്കെ ഇച്ചിരി ഇറങ്ങിയിരിക്കണം, ഇവിടെ ഒക്കെ ഇച്ചിരി കയറിയിരിക്കണം. യോഗ്യമായിരിക്കണം. മാമ്പല കാള നടക്കും പോലെ നീ ഇതിനൊക്കെ കാള നടക്കും പോലെ അങ്ങ് നടക്കുക യോഗത്തിന്. ഇത് ദൈവദാസന്മാർക്ക് ഇപ്പൊ പറയാനും ഒക്കത്തില്ല. പറഞ്ഞ ഉടനെ കമ്മിറ്റി കൂടി, അടിയന്തര കമ്മിറ്റി കൂടി, എന്റെ കൂന്താൻ കോടാലി. അത് എന്റെ വൈഫിനെ ഉദ്ദേശിച്ചാൽ, നിന്റെ വൈഫ് അങ്ങനെ വന്നെങ്കിൽ അവളെ കൊണ്ട് തന്നെ ഈ പറയുന്നത്. പേരറിയാതെ പേരൂടെ പറഞ്ഞാലോ. എന്റെ മോളെ നിന്റെ മോടെ വിജയുടെ ഒന്നും പറയാതിരിക്കുന്നതാ. ദൈവമക്കൾ യോഗ്യമായിരിക്കണം. എന്തുവാ നിങ്ങൾ മുന്നിൽ ഇരുന്ന് പറയുന്നത്? എന്തോ സഹോദരിയോട് എന്തോ പറഞ്ഞേ? അയാളെ പ്രാർത്ഥിച്ചു ഒതുക്കാനായിരിക്കും. അമ്മ പ്രാർത്ഥിച്ചു ഒതുക്കാൻ അയാളെ ഇളകിയെന്നാ തോന്നുന്നത്. ദൈവത്തിന് മഹത്വം. ഒരു കാര്യം പറയാം, ദൈവമക്കൾ യോഗ്യമായിട്ട് വസ്ത്രം ധരിക്കണം. അത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും. ഇൻ ചെയ്യുന്നതിന് എതിരൊന്നുമല്ല. പക്ഷെ ഇറുകിപ്പറ്റിയ പാൻറിട്ട്, ഇറുകിപ്പറ്റിയ ഷർട്ട് വിട്ട് ഇൻ ചെയ്ത് ഒരു പൊതുവേദിയിൽ നിൽക്കുന്നത് ഭൂഷണമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇൻ ചെയ്യുന്നൊന്നും പാവമല്ല. ഇൻ ചെയ്യാത്തവരെല്ലാം വിശുദ്ധന്മാർ, ഇൻ ചെയ്തവരെല്ലാം മഹാഭാവികൾ, അങ്ങനൊന്നുമല്ല. ഇല്ലല്ല. കേരളത്തിൽ പണ്ടൊരു വലിയ വിശുദ്ധനുണ്ടായിരുന്നു. ഇൻ ചെയ്ത പുള്ളിക്ക് ഇഷ്ടമല്ല. ഷർട്ട് എടുത്ത് വെളി ഇടിപ്പിക്കും. പുള്ളി അമേരിക്കയിൽ ചെന്നപ്പം നെഞ്ചത്ത് കയറ്റി ഇൻ ചെയ്ത് നടക്കുന്നുണ്ട്. നിനക്ക് തത്വം വേണം. ഇവിടെ പാവം പിടിച്ചൊരു ഉപദേശിയും ചെയ്ത് വന്നപ്പോ കടക്കൂ പുറത്ത്. അങ്ങനെ പിന്നെ സെന്ററിൽ ഒരു പാവത്താനായതുകൊണ്ട് പുള്ളി സെൻട്രൽ പാസ്റ്റായിട്ട് ഇങ്ങനെ ഇരിക്കുക, വലിയ വാർന്നാനിരിക്കും പോലെ. കടക്കൂ പുറത്ത്. ആ പാവം പേടിച്ച് വെളിയിൽ പോയി ഇൻ ചെയ്ത ഷർട്ട് എടുത്ത് വെളിയിൽ ഇട്ടേച്ച് പമ്മി കയറി വന്നു. പുള്ളിക്ക് അങ്ങ് മനോസുഖം ഉണ്ടായി. ഇയാൾ അമേരിക്ക പോയപ്പോ അന്ന് ന്യായമല്ല. നീ ഇവിടെ കർക്കശം പറഞ്ഞെങ്കിൽ അവിടെയും ചെന്നതായിരിക്കണം. ഇൻ ചെയ്യുന്നത് പാപമല്ല. പക്ഷെ ഇറുകിപ്പറ്റിയ വസ്ത്രം ഒക്കെ ആയിട്ട് വരുന്നത് അത്ര ഒരു ശുശ്രൂഷയ്ക്ക് നിൽക്കുമ്പോൾ അത് ഭൂഷണമല്ല. നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നുണ്ടല്ലോ. എന്തായാലും കൊള്ളാം, സ്ത്രീ ആന്തരം കൊള്ളാം, പുരുഷനാന്തരം കൊള്ളാം, യോഗ്യമായ വസ്ത്രം ധരിക്കണം. വിശേഷിച്ച് ആരാധനയ്ക്ക് വരുമ്പം എപ്പോഴും അങ്ങനെ ആയിരിക്കണം. എങ്കിലും എടുത്തു പറയുകയാ, കുറഞ്ഞപക്ഷം സഭായത്തിന് വരുമ്പോഴെങ്കിലും കുറച്ച് ഒരു യോഗ്യത വേണ്ടേ? ചിലർ ഞായറാഴ്ച മേടിച്ച ഡ്രസ്സിന്റെ പ്രദർശനത്തിന് വരുന്നതാണ്.
ചില രാജ്യങ്ങളിലൊക്കെ ചിലർ സൺഡേ വരുമ്പോൾ വരുന്നത് കാണണം. അയ്യോ, അപ്പൊ എല്ലാവരും ദൈവത്തെ ആരാധനയൊന്നുമല്ല, ഡ്രസ്സിലങ്ങോട്ട്. ഞാൻ കേട്ടോണ്ടിരിക്കുക, പ്രൈസ് ആൻഡ് വർഷിപ്പ് കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ ഒരാൾ പറഞ്ഞു, കലക്കി, ആരാധനയല്ല, ഡ്രസ്സ്. എവിടുന്നാണ്? ഇന്നടുത്ത് നിന്നാണ്. ഞങ്ങളും അടുത്ത ആഴ്ച നാട്ടിൽ പോകുന്നുണ്ട്, ഒന്ന് കയറുന്നുണ്ടെന്ന്. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? വസ്ത്രപ്രദർശനമല്ല ആരാധന. സ്തോത്രം. നമുക്കങ്ങനെ ചില പ്രദർശനമുണ്ട്, ശ്വാന പ്രദർശനമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ ആരാധന. ആട്ടെ, ഇടയ്ക്ക് കയറി പറഞ്ഞതുകൊണ്ട് നമുക്ക് ഇപ്പൊ തന്നെ ചിലരുടെ മുഖമൊക്കെ വല്ലാതാകുന്നു. ചിലർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ അയാൾക്ക് വെളിവും വെള്ളിയാഴ്ച ഇല്ലല്ലോ, ഇനി എന്നത് അയാൾ പറയാൻ പോകുന്ന ബോധക്കേടുകാരനെ ആണല്ലോ ഇപ്രാവശ്യം വിളിച്ചത് എന്നൊക്കെ നിങ്ങൾ ചിലർ ചിന്തിക്കുന്നുണ്ട്. ചിലർ അവിടെ നിന്ന് രക്തം ചെയ്യാൻ പറയുന്നത് ഞാൻ കാണുന്നുണ്ട്. ചുണ്ട് അനക്കുമ്പോൾ എനിക്കറിയാം രക്തം ചെയ്യാ പറഞ്ഞെന്ന്. അപ്പൊ ഒരു കാര്യം പറയാം, യോഗ്യമായിട്ടും മാന്യമായിട്ടും വേണം ജീവിക്കാൻ, വിശേഷിച്ച് ദൈവമക്കൾ. അപ്പോൾ വേഷവിശേഷങ്ങൾ ആഭരണം, അതാ സാറ് കൊടുത്തത്. വേഷവിശേഷങ്ങൾ ആഭരണം, ജാതികൾക്കുള്ള ദുരാചരണം. വേഷവിശേഷങ്ങൾ ആഭരണം, ജാതികൾക്കുള്ള ദുരാചരണം. വ്യാഖ്യാനിക്കാൻ നേരമില്ല. വേഷങ്ങള്, വിശേഷങ്ങള്, ആഭരണം, ഇതെല്ലാം ദുരാചാരണമാണ് ആ പുസ്തകത്തിലെ വാക്യം. നിങ്ങൾ അവരുടെ പ്രവൃത്തി ഒന്നും കണ്ട് പഠിക്കരുത്, അവരെ പോലെ അങ്ങനെയൊക്കെ ആ പുസ്തകത്തിൽ വാക്യം. ആ ഭാഗം വിട്ടേക്കാൻ നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മൾ എടുത്ത വിഷയത്തിലേക്ക് വരാൻ, കർക്കശമായി വേർപാട് പാലിക്കണം. സുവിശേഷം കേട്ടാൽ 1 മാനസാന്തരം, 2 സ്നാനം, 3 പരിശുദ്ധാത്മ അഭിഷേകം, 4 കർക്കശമായ വേർപാട്. ഇതെല്ലാം ഉള്ളത് ആ സുവിശേഷം. ഇതൊക്കെ പാലിക്കുന്നുണ്ടെങ്കിൽ അത് കേൾക്കുന്നത് ആ ശരിയായ സുവിശേഷം. ആ സുവിശേഷം വീണ്ടും മുഴങ്ങുവാൻ ദൈവം ആമെ കൃപ ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എടുത്ത വാക്യത്തോട് കൂറ് പുലർത്ത് 1-2 കാര്യങ്ങൾ പറയാം. അല്ലെങ്കിൽ നിങ്ങൾ പറയും വാക്യം വായിച്ചത് വേറെയാ, പക്ഷേ പുള്ളി പറഞ്ഞേച്ചു പോയത് വേറെ. അപ്പൊ ചെല്ലു പറയും അയാളുടെ തൊഴിൽ അത് തന്നെ എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് ഞാൻ എടുത്ത വാക്യത്തോടൊന്ന് കൂറ് പുലർത്താം. ദൈവത്തിന് മകത്വം. വായിച്ച തിരുവെടുത്തൊന്നുകൂടെ വായിച്ച്. എന്നോട് കർത്തദാസൻ 9:30 വരെയാ പറഞ്ഞേക്കുന്നത്. 9:30 അല്ലേ പറഞ്ഞേ? ആ ചിന്ത കറക്റ്റ് 9:30 ഞാൻ നിർത്താം. 9:30 അല്ലേ എന്നോട് പറഞ്ഞേ? അതെ, 9:30. ഇത് കറക്റ്റ് ആണോ വാച്ച്? എന്നാ കൃത്യം നിർത്തിയേക്കാം. വായിച്ചാട്ടെ. ദാവീദ് അവനോട് ഭയപ്പെടേണ്ട, നിന്റെ അപ്പനായ യോനാഥാന്റെ നിമിത്തം, നിന്റെ അപ്പനാകുന്ന യോനാഥാന്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ച് നിന്റെ അപ്പനായ നിന്റെ വല്യപ്പനാകുന്ന യൗവലിന്റെ നിലമെല്ലാം ഞാൻ നിനക്ക് മടക്കി തരും. നീയോ നിത്യം എന്റെ മേശയെങ്കിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. ഞാൻ ഓർപ്പിച്ചല്ലോ, ഇസ്രായേലിന്റെ ചരിത്ര പുസ്തകങ്ങളാണ് യോശുവയുടെ പുസ്തകം മുതൽ എസ്തറിന്റെ പുസ്തകം വരെ. ഇസ്രായേൽ ചരിത്രം ആരംഭിക്കുന്നത് അബ്രഹാം എന്ന വ്യക്തിയിൽ നിന്ന് വിവരിക്കുന്നില്ല. അബ്രഹാമിനെ ദൈവം വിളിച്ചു വേർതിരിച്ചു. അബ്രഹാമിൽ നിന്ന് ഇസഹാക്ക് എന്ന യാക്കോബ്, യാക്കോബിൽ നിന്ന് ഗോത്ര പിതാക്കന്മാർ 12 പേര്, 4 സ്ത്രീകളിൽ കൂടി 12 ആമ്പിള്ളേർ ജനിച്ചു. നല്ല കലാപുലി പോലെ 12 എണ്ണം. ആ 12 പേരുടെ പേരൊന്ന് വായിച്ചോ. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിന്റെ 1-2 വാക്യം വായിച്ചാട്ടെ. അനന്തരം യാക്കോബ് തന്റെ പുത്രന്മാരെ വിളിച്ച് അവരോട് പറഞ്ഞത്, കൂടി വരുവിൻ, കാലത്ത് നിങ്ങൾക്ക് സംഭവിക്കാനുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കാം. യാക്കോബിന്റെ പുത്രന്മാരെ കൂടി വന്ന് നിങ്ങളുടെ അപ്പനാകുന്ന ഇസ്രായേലിന്റെ മുടിക്ക് ചെവിതരിവി. അടുത്തത് രൂബേനെ, അത് ആദ്യത്തെ ചെറുക്കൻ രൂബേൻ. ഇനി 5-ാം വാക്യം ശിമെയോനും ലേവിയും സഹോദരന്മാർ. അപ്പൊ 2-3 അംഗമായി. ഇനി 8-ാം വാക്യം യഹൂദയെ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും. 13 സെബുലൂൻ. 14 ഇസ്സാഖാർ അസ്ഥിബലമുള്ള കഴുത. പിന്നെ 17 ദാൻ വഴിയിൽ ഒരു പാമ്പും. 16-ാം വാക്യം വായിച്ച. 16 ദാൻ ഏതൊരു ഇസ്രായേൽ ഗോത്രത്തെയും വചനത്തിന് ദാൻ വഴിയിലൊരു പാമ്പും പാതയിലൊരു സർപ്പം. 19 ഗാദോ കവർച്ചപ്പടയവനെ ഞെരുക്കും. 20 ആശേരോ നിന്റെ ആകാരം പുഷ്ടിയുള്ളത്, രാജകീയ സ്വാദുഭോജനം നൽകും. 21 നഫ്താലി സ്വതന്ത്രയായിട്ട് നടക്കുന്ന പേടമാൻ. 22 യോസേഫ് ഫലപ്രദമായ മുന്തിരിവള്ളി. 27
ബെന്യാമിൻ ഇയാള് 12 എണ്ണം, നല്ല കലാപുലി പോലെ 12 എണ്ണം. അപ്പൊ രൂബേൻ മുതൽ ബെന്യാമീൻ വരെ 12 എണ്ണം, 4 സ്ത്രീകളിൽ കൂടി റാഗേലും ലേയായും ബിൽഗയും ശിൽപയും, ഈ 4 സ്ത്രീകളിൽ കൂടി യാക്കോബിന് 12 ആൺപിള്ളേരുണ്ടായി, രൂബേൻ മുതൽ ബെന്യാമീൻ വരെ. ഇവരിൽ നിന്നാണ് ഇസ്രായേൽ ജനത അവൻ വർദ്ധിച്ചു വന്നത്. വിസ്തരിക്കുന്നില്ല. യോസഫിന്റെ കാലത്തും ഇസ്രായേലിലെത്തി, ഗോഷ്യൻ ദേശം അവകാശമായി കൊടുത്തു. ദൈവം ഇവരെ വർദ്ധിപ്പിച്ചു. സങ്കീർത്തനക്കാരനൊക്കെ പറഞ്ഞ എണ്ണത്തിൽ ചുരുക്കം, ആള് ചുരുക്കവും എണ്ണത്തിൽ കുറവാണ്, പക്ഷെ ഇവരെ ദൈവം അങ്ങ് വർദ്ധിപ്പിച്ചു. ഒടുവിൽ യോസേഫിനെ അറിയാത്ത പറവോർ എഴുന്നേറ്റ് പീഡ തുടങ്ങി. ഭാഗം നമുക്ക് പുറപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ അറിയാം. അടിമവേല നിമിത്തം നെടുവീർപ്പെട്ട് നിലവിളിച്ചു. ജീവനെ കൈപ്പാക്കി ഇഷ്ടികയുടെ എണ്ണം കൂട്ടി വൈക്കോല് കൊടുക്കാനായി ഇവരെ നന്നായി ഉപദ്രവിച്ച് പീഡിപ്പിച്ച് ഇവർ നിലവിളിച്ചു. ദൈവം ഇവരുടെ നിലവിളി കേട്ട് മോശെ മുഖാന്തരം ഇവരെ മിസ്രയീമിൽ ദൈവം പുറപ്പെടുവിച്ചു. ഒരു കുഞ്ഞാടിന് ചോരത്തല ആചരിച്ച് ചെങ്കടല കിടത്തി. കുഞ്ഞാടിനേർത്ത് ചോരത്തല ആചരിച്ചത് രക്ഷയെ കാണിക്കുന്നു. ചെങ്കടല സ്നാനം. അവർ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, മറകര കയറി. അക്കരെ കയറി മുൻപോട്ട് യാത്ര ചെയ്തു. വിവരിക്കുന്നില്ല. ഇവര് 40 കൊല്ലം കൊണ്ട് 42 ഇടങ്ങളിൽ പാളയമടിച്ച് ഏതാണ്ട് 12 ഇടങ്ങളിൽ വെച്ച് 10 സ്ഥലത്ത് വെച്ച് ശിക്ഷ നടത്തി. ഇവരെ മുൻപോട്ട് യാത്ര ചെയ്തു. ഹോർ പർവ്വതത്തിൽ അഗരോൻ വീണ് മരിച്ചു. മിരിയാം കാദേശ് വെച്ച് മരിച്ചു. മോശെ ദൈവം അടക്കി. മോശ പിസ്കായിൽ മുകളിൽ കയറി. മോശ മരിച്ചു, ദൈവം അടക്കി. മോശയുടെ കൈക്ക് വെള്ളമടിച്ച യോശുവ രംഗത്ത് വന്ന് യോശുവയുടെ നേതൃത്വത്തിൽ യോർദാൻ കടന്ന് ഇവര് മറകര കയറി. അതിനിടയ്ക്ക് 2.5 ഗോത്രക്കാർ ഇക്കരെ തങ്ങി. രൂബേന്റെയും ഗാദിന്റെ മനശ്ശയുടെ പാതി ഗോത്രം ഇക്കരെ തങ്ങി. 9 യോർദാൻ കടന്ന് അക്കരെ കയറി. എരിയോ കോട്ട പിടിച്ചു, ഹായി പട്ടണം പിടിച്ചു. ഗിബെയോൻ നിവാസികളെ ഒതുക്കി ദേശത്ത് വന്ന് ചീട്ടിട്ട് ദേശം പകുത്ത് യോശുവ കൊടുത്തു. അങ്ങനെ ഓരോ ഗോത്രത്തിനും ദേശം പകുത്ത് കൊടുത്തു. എബ്രഹീമിന്റെ അവകാശ ഭൂമിയാകുന്ന ശീലോവിൽ കൊണ്ടുവന്ന് സമാഗമന കൂടാരം നിർത്തി. ഒടുവിലായിട്ട് യോശുവ ഇവർക്ക് ആലോചനയൊക്കെ പറഞ്ഞു കൊടുത്തു. നിങ്ങൾ ദൈവത്തെ ഭജിക്കണം, ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ ദൈവത്തെ സേവിക്കും. അല്ല, നിങ്ങൾക്ക് നദിക്ക് അക്കരെ വെച്ച് പിതാക്കന്മാര് സേവിച്ചതാ ബോധിക്കുന്നെങ്കിൽ അങ്ങോട്ട് പോകും, പക്ഷെ എന്തു വന്നാലും കൊള്ളാം, ഞങ്ങൾ ദൈവത്തെ ഭജിക്കും. അങ്ങനെ കാര്യമൊക്കെ പറഞ്ഞു. ഒടുവിൽ ന്യായാധിപന്മാരെ ദൈവം ഇവർക്ക് എഴുന്നേൽപ്പിച്ചു. ശങ്കർ, ഒക്കിനിയേല്, എണ്ണങ്കയ്യൻ, ഏഹൂദ്, പിന്നെ ദെബോര, ബാരാക്ക, ഇബ്സാൻ, ഗിദെയോൻ, ഇബ്താക്ക്, ബാരാക്ക്, ശിംശോൻ എന്ന് വേണ്ട ശാമുവേൽ മുതലായ പ്രവാചക കൂടിയായി ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിച്ചു. ന്യായാധിപന്മാരുടെ കാലം വന്നപ്പോൾ ഇവര് പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു രാജാവിനെ തരണം, ഒരു രാജാവിന് വേണം. ദൈവം പറഞ്ഞു, ഞാനാ നിങ്ങളുടെ രാജാവ്, ഞാൻ ഭരിക്കാം. അല്ലല്ലല്ല, ഞങ്ങൾക്കൊരു രാജാവിന് വേണം. അപ്പൊ തമ്പുരാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ ഡയറക്റ്റ് ഭരിക്കാം, ഞാൻ ഭരിക്കാം, ഞാൻ രാജാതി രാജാവല്ലേ, കർത്താതി കർത്താവല്ലേ. അത് സമ്മതിച്ചു. നീ മേലിലല്ലേ ഇരിക്കുന്നേ, ഞങ്ങൾക്കൊരുത്തരെ കൊണ്ട് വാഴിക്കണം. ഒരു പ്രത്യേക കസേരയൊക്കെ ഒരുക്കി. ഓവർസീറുടെ കസാര, പ്രസിഡന്റിന്റെ കസാര, സൂപ്രണ്ടിന്റെ കസാര, അല്ലെങ്കിൽ പ്രസ്ബിറ്ററുടെ കസാര, അല്ലെങ്കിൽ സെൻട്രൽ പാസ്റ്ററുടെ കസാര, മെമ്പറുടെ കസാര കൊണ്ട് അതിനകത്ത് ഇരുത്തി ഞങ്ങൾക്കൊന്ന് വാടിക്കണം. ഇപ്പൊ അങ്ങനെ പരസ്യമൊക്കെ ഉണ്ട്. സ്ഥാനാരോഹണ ശുശ്രൂഷ. ജോർജ് ഞാനിതൊന്നും കേട്ടിട്ടില്ല. അല്ല, എനിക്ക് സമ്മതം വച്ചാൽ ജോർജ് ചാന് പിന്നെ ക്വസ്റ്റ്യൻ വരും. ഞാൻ കണ്ടായിരുന്നു അവിടെ ഇരുന്ന് പുള്ളി കേലായിട്ട്, അതുകൊണ്ടാണെന്ന് എനിക്കറിയാം. സ്ഥാനാരോഹണ ശുശ്രൂഷ ആയിക്കോട്ടെ. ഒരു പ്രത്യേക കസേര ഞങ്ങൾക്ക് ഒരുത്തനെ വാടിക്കണം. ദൈവം പറഞ്ഞു, ഞാനാ നിങ്ങളുടെ രാജാവ്, ഞാൻ നിങ്ങളെ ഭരിക്കാം. അല്ലല്ലല്ല, അമോര്യർക്ക് രാജാവുണ്ട്, മോവാവർക്ക് രാജാവുണ്ട്, നോക്കുന്നിടത്തും ചെല്ലുന്നിടത്തെല്ലാം രാജാവുണ്ട്, വാടിക്കുന്നുണ്ട്, ചടങ്ങുണ്ട്, പല പല പരിപാടികൾ. ഞങ്ങൾക്ക് ഒന്നിനെ വേണം. ശടിച്ച് നിർബന്ധ ബുദ്ധി പിടിച്ചപ്പോ തമ്പുരാൻ ഒരെണ്ണത്തിന് കൊടുത്തു. ഗുണം വരാൻ കൊടുത്തതല്ല. ഇപ്പൊ പുസ്തകത്തിൽ വാക്യം ഇങ്ങനെ, കോപത്തിൽ ഒരു രാജാവിനെ കൊടുത്തെന്ന്. കോപത്തിൽ ഈ ദൈവം തമ്പുരാൻ കോപത്തോടെ ചില വിഷയങ്ങളൊക്കെ കൊടുക്കും. നമ്മളുടനെ കാണുന്ന സന്തോഷിക്കുക, ദൈവം തന്നേ, ദൈവം തന്നേ എന്ന്. സന്തോഷത്തോടെ തന്നതല്ല, കോപത്തിൽ കൊടുത്തതാണ്. പക്ഷെ കോപത്തിലാ കൊടുത്തെങ്കിൽ നല്ലതിനെയാ കൊടുത്തത്. അതെ, ഇസ്രായേലിലെ പുരുഷന്മാരെ ഇറക്കി നിർത്തിയാൽ തോൽപ്പൊക്കമുള്ളൊരുത്തൻ. കോപത്തിനാ കൊടുത്ത, സന്തോഷത്തോടെ കൊടുത്തതല്ല, പക്ഷെ കൊടുത്തപ്പോ നല്ലതിനെയാണ്. ദൈവം അല്ലേ കൊടുത്തേ. അങ്ങനെ ഉണ്ട്. നമ്മളൊരുത്തം പറഞ്ഞു, വണ്ടി ഇടിച്ചാൽ മരിക്കാം, വിധിയെങ്കിൽ ബെൻസ് ഇടിച്ച് മരിക്കണം. ചുമ്മാ പെട്ടിയോട്ടോ മുട്ടി എങ്ങനെയാ മരിച്ചോ? പുള്ളിയെ നടുവ് അവിടെ നിന്നപ്പം ആ മുക്കിൽ നിന്നപ്പോ പെട്ടിയോട്ടോ വന്നൊരു മുട്ടിട്ടി സുഖമായി. പക്ഷെ പറയാ, എങ്ങനെ വേണം, ബെൻസ് ഇടിച്ചല്ലേ മരിച്ചത്? ഒറ്റ ഇടിക്കും. ഞാൻ പറഞ്ഞല്ല, അവൻ പറഞ്ഞത്.
നശിക്കാനാ കൊടുത്തെങ്കിലും നല്ലതിനെയാ ദൈവം കൊടുത്തത്. ഇസ്രായേലിലെ പുരുഷന്മാരെ ഇറക്കി അങ്ങോട്ട് നിർത്തിയാൽ തോൾപ്പക്കമുള്ള ഒരുവൻ, കാശുണ്ട്, കീശിന്റെ മോന്, കീശയുണ്ട്, കീശുണ്ട്, കാശുണ്ട്, നല്ല ഫിഗറാ, ബെന്യാമീൻ ഗോത്രക്കാരനാ, കുറഞ്ഞ കേസല്ല. അപ്പൊ നശിക്കാനാ കൊടുത്തെങ്കിലും ദൈവം നല്ലതിനെയാ അതെ കൊടുത്തത്. പ്രഥമ രാജാവായിട്ട് ശൗലിനെ രാജാവാക്കി. ഇസ്രായേലിൽ ഒരുവൻ രാജാവായാൽ രാജാവ് ചെയ്യേണ്ട കടമയുണ്ട്, അതിന് രാജധർമ്മം എന്ന ആവർത്തന പുസ്തകത്തിൽ കൊടുത്തു. രാജധർമ്മം, ആ രാജധർമ്മം വായിച്ച് കേൾപ്പിക്കണം. ഇസ്രായേലിന്റെ രാജധർമ്മം, ഒരുവൻ ഇസ്രായേൽ രാജാവായാൽ ഒന്ന്, ആ നാട്ടിലെ ലേവ്യരാകുന്ന പുരോഹിതന്മാരെ വിളിച്ചു കൂട്ടി ന്യായപ്രമാണത്തിന്റെ ഒരു പകർപ്പ് കൈവെക്കണം. ആ പകർപ്പ് വെച്ച് വേണം വിധിക്കാൻ. ഒരു കാര്യം തീരുമാനിക്കുമ്പോഴേ, സഭയിലാണെങ്കിലും ഒരു കാര്യം തീർപ്പാകുമ്പം സെക്രട്ടറി പറയും പോലല്ല, ട്രഷറർ പറയും പോലല്ല, കമ്മിറ്റിക്കാര് പറയും പോലല്ല, സഭയെ കാശുള്ള അച്ചായനും അമ്മാമ്മയും പറയും പോലല്ല, വേറെ പുസ്തകത്തിന്റെ പ്രമാണത്തിലാണ് വിധിക്കേണ്ടത്. മിണ്ടുകാലെന്ന് എനിക്കറിയാം, ഇനി മിണ്ടിയിട്ടും വലിയ കാര്യമൊന്നുമില്ല, ടര കഴിഞ്ഞു. സഭയ്ക്കകത്ത് ഒരു നടപടി എടുക്കുമ്പോൾ സഭയിൽ കാശും പുത്തനും പിടിപ്പും പിടിയുള്ളവൻ പറയുന്ന നല്ല വിഷയം, വേദപുസ്തകമാണ് പ്രമാണം. ആണെന്ന് എന്നെ തർക്കം വല്ലതും ഉണ്ടോ? ന്യായപ്രമാണത്തിന്റെ കോപ്പി കയ്യിലുണ്ടായിരിക്കണം. ഇപ്പോൾ അങ്ങനൊന്നും അല്ല നടക്കുന്നത്. ഒരുത്തനെ ഇഷ്ടമല്ല, പിന്നെ അവനെ അങ്ങോട്ട് കയറ്റുകയല്ല. പാസ്വേഡ് പറയാം, അവനെ ഈ സഭയെ ഇനി ഇവര് തമ്മിൽ കൊമ്പ. ഇവനിങ്ങനെ അടക്കോടി ഇരിക്കും പോലെ കയറിയിരിക്കുക, ഒരു മുട്ട ഇടുകയില്ല, വേറൊരു കോഴിയെ കയറ്റി മുട്ട. ഇവൻ 82 ഇതിനകത്ത് കയറിയതാ. ഇടക്കിടയ്ക്ക് ഇങ്ങനെ കൊക്കുന്നതല്ലാതെ ഇവനൊരു മുട്ട ഇട്ടിട്ടില്ല. വരുന്ന കോഴിയല്ല, ഇവനിരുന്ന് കൊത്തുക. ഇവന് പെമ്പളിനും കൂടി ഇരുന്ന് കൊത്തും. എണ്ണം കൊത്തുകൊണ്ട് ഇവിടെ ഞാൻ നിങ്ങൾ ചിരിക്കാനൊന്നും പറഞ്ഞാലും ഇവിടുത്തെ കാര്യം തന്നല്ല, 99% സ്ഥലത്ത് ഇതൊക്കെ തന്നെ ആണെന്ന ഇതിലെ പ്രമാണം. ആമേൻ. കാശും പുത്തനും കളറും കുടുംബശ്രേഷ്ഠതയൊന്നും നോക്കിയല്ല വിധിക്കണ്ടേ, പ്രമാണം വെച്ചാ വിധിക്കണ്ടേ. അവൻ ന്യായപ്രമാണത്തിന്റെ ഒരു കോപ്പി കയ്യിലുണ്ടായിരിക്കണം. 2, സഹോദരന്മാർക്ക് വിരോധമായിട്ട് ഹൃദയം അഹങ്കരിച്ച് പൊങ്ങരുത്. 3, പിള്ളേര് വല്ലതും ഉണ്ടെങ്കിൽ പിള്ളേർക്ക് ഉപദേശം പറഞ്ഞു കൊടുത്ത് പിള്ളേരെ ഉപദേശത്തിൽ വളർത്തണം. കത്തചെള്ളിനെ പോലെ അങ്ങനെ വാക്യമുണ്ട്, ചെള്ളാകുന്ന ദൈവത്തിന് മതി. അത് കടിച്ചാൽ വലിയ പ്രയാസമാണ്. താങ്ക് യു. അപ്പൊ ശ്രദ്ധിക്കുക, പിള്ളേര് വല്ലതും ഉണ്ടെങ്കിൽ പിള്ളേർക്ക് ഉപദേശം പറഞ്ഞു കൊടുത്ത് പിള്ളേരെ ഉപദേശത്തിൽ വളർത്തണം. അങ്ങനെ ചെയ്താൽ നിന്റെ രാജ്യത്ത് നിലനിൽക്കും. നിങ്ങൾ ആ വാക്യം ഒന്ന് വായിച്ചേ, എടുത്തവരൊന്ന് വായിച്ചേ, എടുത്ത് വായിച്ചേ, ഒന്ന് പെട്ടെന്ന് വായിച്ചേ, എടുത്തോ. ആ കണ്ണാടി അതിനകത്ത. ആവർത്തന പുസ്തകം 17-ാം അധ്യായത്തിന്റെ 13 മുതൽ വായിച്ചേ, 14 മുതൽ വായിച്ചോ. വായിച്ചോ, ഓടിച്ചു വായിച്ചേ. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത്. മോനെ നന്ദി, മൈക്ക് കൊണ്ടൊന്ന് വായിപ്പിച്ചോട്ടെ. ദൈവം അതിലേക്ക് പേരെന്ത് പോവാം. അഭിനന്ദിക്കുന്നു, ദൈവം സഹായിക്കട്ടെ. മൈക്ക് കൊണ്ടൊന്ന് വായിച്ചു. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത്, നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നീ ചെന്ന് അതിനെ കൈവശമാക്കി അവിടെ കുടിപാർത്ത ശേഷം എന്റെ ചുറ്റുമുള്ള സകല ജാതികളെയും ഞാൻ രാജാവിനെ എന്റെ മേൽ ആക്കുമെന്ന് പറയും. ഒരു രാജാവിനെ എന്റെ മേൽ ആക്കുമെന്ന് പറയുമ്പോൾ നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുക്കുന്ന രാജാവിനെ നിന്റെ മേൽ ആക്കണം. അടുത്തത്, നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് ഒരുത്തനെ നിന്റെ മേൽ രാജാവാക്കണം. പിന്നെ നിന്റെ സഹോദരനല്ലാത്ത അന്യജാതിക്കാരനെ നിന്റെ മേൽ ആക്കിക്കൂടാ. പിന്നെ എന്നാൽ അവന് കുതിര അനവധി ഉണ്ടാകരുത്. കുതിരയൊന്നും അനവധി ഉണ്ടാകരുത്. പിന്നെ അധികം കുതിര സമ്പാദിക്കേണ്ടതിന് ഇസ്രായേലിലേക്ക് മടങ്ങി പോകുവാൻ പിതാക്കന്മാരവിടെ വിട്ടേച്ച് പോകുന്നത് അങ്ങോട്ടൊന്നും. ഇപ്പൊ പിതാക്കന്മാര് വിട്ടതെല്ലാം നമ്മൾ പ്രാർത്ഥിച്ചെടുത്തോണ്ടിരിക്കുക. അവര് വിട്ടതല്ല. 7, 3, 21 ഒക്കെ കുത്തിയിരുന്ന് തിരിച്ചു മേടിക്കുക, വിവരിക്കുന്നില്ല. എന്തിനാ? കേരളത്തിലെ ചരിത്ര പ്രസിദ്ധമായ ഉണർവായിരുന്നു പൂവത്തൂർ ഉണർവ്. പഴയ ഉണർവുകളിൽ എടുത്തു പറയത്തക്ക ഉണർവ് ആ പൂവത്തൂർ ഉണർവ്. പാസ്റ്റർ PM ഫിലിപ്പിന്റെ പിതാവ് പൊടിമല മത്തായി നടന്ന ഉണർവുകളാണ്.
അന്ന് എനിക്ക് തോന്നുന്നു അസംബ്ലീസ് പ്രധാനപ്പെട്ട ചില ശുശ്രൂഷകരും ആ ഉണർവിലൊക്കെ പങ്കുകൊണ്ടവരാ. ദൈവത്തിന്റെ മഹത്വം. അപ്പോൾ ആ ഉണർവ് ശക്തമായിട്ട് നടന്നു. അപ്പൊ ഉണർവ് നടന്നപ്പോൾ വിസ്തരിക്കുന്നില്ല. ART അതിശയം, തങ്കയ്യാച്ചൻ, സി മനുഷ്യ പ്രസംഗിയാര്, ഇവരൊക്കെ അന്നത്തെ, പിന്നെ ഡേവിഡ്, ഇവരൊക്കെ വന്ന് യോഗം നടത്തുക. ഭയങ്കര ഉണർവാണ്. അപ്പൊ കേട്ടിട്ടുണ്ട് ആ ഉണർവ് യോഗത്തിൽ സംബന്ധിച്ചവർ യോഗം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് അടയ്ക്കാമരം വെട്ടി കമുക് വെട്ടിയെന്ന്. കമുക് വെട്ടാനൊന്നും ഉപദേശിമാര് പറഞ്ഞില്ല. കമുക് വെട്ടാൻ താല്പര്യമുള്ള കൈപൊക്കാനും പറഞ്ഞില്ല. ഇന്ന് രാത്രി ആര് കമുക് വെട്ടും അങ്ങനെയും ചോദിച്ചില്ല. പക്ഷെ ഉണർവ് നടന്നപ്പോൾ ഉണർന്ന ആൾക്കാർ വീട്ടിൽ ചെന്ന് അടയ്ക്കാമരം, കാരണം മുറുക്കാൻ ഉപയോഗിക്കുന്ന ഒരു വസ്തുവും കൂടെ പാക്ക്, അപ്പൊ അത് പാപമാണെന്ന് ബോധ്യപ്പെട്ടെന്ന് അടയ്ക്കാൻ മൂടോടെ വെട്ടിക്കളഞ്ഞു. ആ ഉണർവുണ്ടായ അപ്പച്ചന്മാരുടെ 2ഉം 3ഉം തലമുറ മലബാർ ചെന്നപ്പോ അടയ്ക്ക വെക്കാൻ തുടങ്ങി. വെച്ചപ്പോ മംഗള എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അടയ്ക്കാട് ഇഷ്ടം പോലെ കാലുണ്ടാകും. ഇവിടെ വെട്ടി അപ്പച്ചന്റെ കൊച്ചുമക്കൾ അവിടെ ചെന്ന് ഞാന് ഒത്തിരി കാര്യം ഇങ്ങനെ പറഞ്ഞാൽ ഒത്തിരി പറയണം, പിന്നെ അത് അലോഗ്യമായി തീരും. വെറുതെ എന്തിനാ നമുക്ക് ആവശ്യത്തിന് വഴക്കുണ്ട്, ഇനി പുതിയത് എന്തിനാ? പണ്ടൊരു തള്ള പറഞ്ഞ പോലെ ഞാൻ പുതിയ വഴക്കൊന്നും എടുക്കുന്നില്ല, ഇപ്പൊ ഉള്ളത് വിടുന്നുമില്ലെന്ന് പറഞ്ഞു. പുതിയ വഴക്കെടുക്കുന്നില്ല, ഉള്ളത് ഇപ്പം വിടുന്നുമില്ല. അതുകൊണ്ട് നമുക്ക് പുതിയത് വേണ്ട. ഒരു കാര്യം പറയട്ടെ, ഇതാ ഉണർവ്. അത് അകത്തുണ്ടാകേണ്ടതാ ഉണർവ്. മിസ്രയീമിലേക്ക് തിരിച്ചു പോകരുത്, കുതിരയെ സമ്പാദിക്കാൻ പോകരുത്. അടുത്ത വാക്യം വായിച്ചാട്ടെ. ഇനിമേൽ ആ വഴിക്ക് തിരിയരുത് എന്ന് വഴിക്ക് തിരിയരുതെന്നാ പ്രമാണം. യഹോവ നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. നമ്മൾ ആ വഴി ഇങ്ങോട്ട് ഇതുവരെ വന്നില്ലല്ലോ. ഇനിമേൽ ആ വഴിക്ക് തിരിയരുത്. നമ്മൾ ഈ ശരീരം കൊണ്ട് മിസ്രയീം ഇട്ടെങ്കിലും ഹൃദയം കൊണ്ട് ഇപ്പോഴും, പിന്നെ ശരീരം കൊണ്ട് നമ്മൾ പോകുന്നു, പക്ഷെ ഹൃദയം കൊണ്ട് ഇപ്പോഴും. ഒരു വാക്യം വായിച്ച് 7:38 അപ്പോസ്തല പ്രവൃത്തി 7 വചനത്തിൽ നാം എന്റെ ഒങ്ങായിക്ക് പിടിക്കുകയല്ലോ. അതിനാ 7:38 വായിച്ചേ. സീനായി മലയിൽ തന്നോട് സംസാരിച്ച ദൂതനോട് നമ്മുടെ പിതാക്കന്മാരോടും കൂടെ മരുഭൂമിയിലെ സഭയിലിരുന്നവരെ നമുക്ക് തരുവാൻ ജീവനുള്ള ദൈവത്തിന്റെ അരുളപ്പാട് ലഭിച്ചതിന് അവൻ തന്നെ. അടുത്ത വാക്യം. നമ്മുടെ പിതാക്കന്മാർ അവനെ കീഴ്പ്പെടുവാൻ മനസ്സില്ലാതെ അവനെ തള്ളിക്കളഞ്ഞ് ഹൃദയം കൊണ്ട് മിസ്രയീമിലേക്ക് തിരിഞ്ഞു. ശരീരം കൊണ്ട് മിസ്രയീം വിട്ടെങ്കിലും ഹൃദയം കൊണ്ട് ഇപ്പോഴും മിസ്രയീമില്ല. അകത്തുനിന്ന് ഇതുവരെ പോയിട്ടില്ല. എന്റെ വിഷയമല്ലെങ്കിലും ഞാൻ അധികം പറയുന്നില്ല. അകത്തുനിന്ന് പോകാത്തത് കൊണ്ടാണ് ശവക്കോട്ടയുടെ വിഷയം വന്ന ഉടക്കുണ്ടാക്കിയത്. ചെങ്കല തീരത്ത് അവർ പറഞ്ഞില്ല, അവിടെ നല്ല അടക്കം കിട്ടിയത്. ഇവിടെ അന്ന് ഒരു അടക്കം പോലും അപ്പോഴും മിസ്രയീമാണ്. പിന്നെ അക്കരെ കാര്യം പറഞ്ഞു, ഞങ്ങൾ ഇറച്ചിക്കാലത്തിന്റെ അടുക്കലായിരുന്നു. ഇവിടെ വന്നിട്ട് ഇറച്ചി ചെയ്യുന്നൊന്നുമില്ല, എന്തോ അകത്തെ മിസ്രയീം ഇരിക്കുക. പിന്നെ മുന്നോട്ട് ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് മിസ്രയീം വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള, അന്ന് കാശ് മുടക്കി ഒന്നും ചില ആൾക്കാരെ ശ്രദ്ധിച്ച വീട്ടിലൊരു നല്ല കൂട്ടാൻ ഉണ്ടാക്കുക, ഭക്ഷണം ഉണ്ടാക്കുകയല്ല, ഒറ്റ കല്യാണം വിടുകയല്ല. രണ്ടും കൂടെ രാവിലെ അങ്ങ് ഇറങ്ങും, മുഴുവൻ കല്യാണത്തിന് പോകും. വീട്ടിലൊരു ഇച്ചിരി കൂട്ടാൻ വെക്കുകയോ നല്ല വൃത്തിയായിട്ട് കഴിക്കുകയോ ഒന്നും എല്ലാവരുടെയും കാര്യമല്ല. രാവിലെ എന്നിട്ട് അവിടെ കല്യാണത്തിന് നേരത്തെ എന്ന് ഇപ്പൊ പുതിയ മോഡലല്ലേ, അവിടെ എല്ലാം ഇഷ്ടം പോലെ ജ്യൂസ് അല്ലേ വറുത്ത് വെച്ചേക്കുന്നത്, മംസമുണ്ട്, അതുണ്ട്, കുന്തമുണ്ട്. രണ്ടൂടെ നിന്നങ്ങ് പെരുക്കുക. നേരത്തെ പോയങ്ങ് നിൽക്കുക. ഇവിടെ ഞാൻ കല്യാണത്തിന് താമസിച്ച് ചെന്നപ്പം ഇതുങ്ങൾ കയറുന്നില്ല, അവിടെ നിന്ന് പിന്നെയും കുടിക്കുക. കല്യാണം അവിടെ തുടങ്ങി. എല്ലാത്തിനും അങ്ങ് ദീനോവ. മിണ്ടണ്ട, കാരണം കാശ് മുടക്കണ്ടല്ലോ. വേറൊരു തള്ള ഞാൻ നോക്കുമ്പോൾ ആപ്പിളും മുന്തിരിങ്ങ ബാഗിനകത്ത് താക്കുന്നത്. ഇപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഇടയ്ക്ക് കൊണ്ട് വെക്കുകയല്ലേ പോയ പോക്കിന്. എന്നിട്ട് സിബിടാൻ മേല. സിബിടാനെങ്കിലും ഒരു പരുവത്തിന് വേണ്ടേ? ഞാൻ തമാശ പറഞ്ഞതല്ല. ഇതുപോലെ ദാരിദ്ര്യവാസികള് അല്ല, വില കൂടാതെ തിന്നിട്ടുള്ള, കാശ് മുടക്കുകയല്ല. ഒന്നുകൂടെ വായിച്ചേ, കേക്കട്ടല്ലായിരുന്നു, വായിക്കേ. മിസ്രയീമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള കാശ് മുടക്കുകയല്ല, വില കൂടാതെ
തിന്നിട്ടുള്ള മത്സ്യം വെള്ളരിക്ക, വില കൂടാതെ കാശ് മുടക്കുക, വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുവന്നുള്ളി, ചിറ്റുള്ളി, ഇതെല്ലാം ഞങ്ങൾ ഓർക്കുന്നു. ഇപ്പോഴും ഞങ്ങളുടെ പ്രാണം വിശപ്പ് കൊണ്ട് പൊറിഞ്ഞിരിക്കുന്നു. ഈ മന്നയല്ലാതെ ഇവിടെ ഒന്നും കാണാനില്ല എന്ന് പറഞ്ഞു. അകത്ത് മിശ്രയും ഇരിക്കുക. ഞാൻ ആ ഭാഗം വിവരിക്കുന്നില്ല. ഇനി മേലിൽ ആ വഴി കൂടെ പോകരുതെന്ന, ആ വഴിക്ക് തിരിയരുത്. അതാ പ്രമാണം. ഒരുവൻ രാജാവായാൽ അവൻ ചെയ്യുന്ന പ്രമാണം മിസ്രയീമിൽ പോകരുത്, കുതിരയെ സമ്പാദിക്കരുത്, ആ വഴിക്ക് തിരിയരുത്. അടുത്ത വാക്യം അയച്ചു. ആവർത്തന പുസ്തകം 17 അധ്യായത്തിന്റെ 14 മുതലേ നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. ആ വഴിക്ക് തിരിയരുത് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. അവന്റെ ഹൃദയം മറിഞ്ഞു പോകാതിരിപ്പാൻ അനേകം ഭാര്യമാരെ അവൻ എടുക്കരുത്. വെള്ളിയും പൊന്നും അധികമായി സമ്പാദിക്കുകയും അരുത്. അവൻ തന്നെ രാജാസനത്തിൽ ഇരിക്കുമ്പോൾ ലേവ്യരായ പുരോഹിതന്മാരുടെ പക്കൽ നിന്ന് ന്യായപ്രമാണം വാങ്ങി ഒരു കോപ്പി വാങ്ങി കൈ വെക്കണം. അതിന്റെ ഒരു പകർപ്പ് ഒരു പുസ്തകത്തിൽ എഴുതിയെടുക്കണം. ഇതാ രാജാവ് ചെയ്യേണ്ടത്. ലേവ്യരാകുന്ന പുരോഹിതന്മാരെ വിളിച്ചു വരുത്തി ന്യായപ്രമാണത്തിന്റെ ഒരു കോപ്പി എടുത്ത് അത് കയ്യിൽ എപ്പോഴും ഇരിക്കണം. പിന്നെ ഈ ന്യായപ്രമാണത്തിലെ സകല വചനങ്ങളും ചട്ടങ്ങളും അവൻ പ്രമാണിച്ച് നടന്ന് തന്റെ ദൈവമായ യഹോവയെ ഭയപ്പെടുവാൻ പഠിക്കേണ്ടതിന് അടുത്തത് അത് അവന്റെ കൈവശം ഇരിക്കുകയും കയ്യിലിരിക്കണം. ഇപ്പൊ ഉപദേശിമാര് പോലും കൊണ്ട് നടക്കുന്നില്ല. എല്ലാരും ടാബ്, മൊബൈൽ, അതെല്ലാം മറക്കത്തില്ല. വേറെ പുസ്തകമായിട്ട് വരുന്നവർ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ. നിങ്ങൾ വേറെ പുസ്തകം കൊണ്ട് വന്നല്ലോ, അഭിനന്ദിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നന്നായിരിക്കുന്നു. അടുത്തത് അവന്റെ ഹൃദയം സഹോദരന്മാർക്ക് മീതെ അഹങ്കരിച്ചു പൊങ്ങരുത്. അടുത്തത് അവൻ കൽപ്പന വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതെയും ഇരിക്കേണ്ടതിനും അവനും അവന്റെ പുത്രന്മാരും ഇസ്രായേലിന്റെ ഇടയിൽ ദീർഘകാലം രാജ്യപാലം ചെയ്യേണ്ടതിനുമായി അവൻ തന്റെ ആയുഷ്കാലം ഒക്കെയും അത് വായിക്കുകയും വേണം. ഇതാണ് പ്രമാണം. അപ്പൊ പ്രധാനമായിട്ട് പറയുന്നത് ന്യായപ്രമാണത്തിന്റെ കോപ്പി വേണം. 2, ഹൃദയം അഹങ്കരിച്ചു പൊങ്ങരുത്. 3, പിള്ളേരുണ്ടെങ്കിൽ ഉപദേശം പറഞ്ഞ് പിള്ളേരെ ഉപദേശത്തിൽ വളർത്തണം. ഇങ്ങനെ ചെയ്താൽ നിന്റെ രാജ്യത്വം നിലനിൽക്കും. ശൗല് ഇതൊന്നും ശ്രദ്ധിച്ചില്ല. ഒരു കോപ്പിയും പുള്ളിയുടെ കയ്യിൽ ആകെ കൂടെ ഉള്ളത് കുന്തമാണ്. എപ്പ കണ്ടാലും അഭിഷേകം ഉള്ളവനെ കുത്തും. കയ്യിലൊരു നല്ല കുന്തമുണ്ട്. പുള്ളിക്ക് ആകെ കൂടെയുള്ള ശുശ്രൂഷ കുത്ത്. നല്ല കുത്ത. ഒത്തിരി കുത്തിയതെല്ലാം ഭിത്തിയില്. ഒറ്റ കുത്ത് ദാവീദിന് കൊണ്ട്. ദാവീദങ്ങ് ഒഴിഞ്ഞു മാറി. ദൈവദാസന്മാര് ഒഴിഞ്ഞു മാറിക്കോണം. ഒഴിഞ്ഞങ്ങ് മാറിയേക്കണം. ചിലപ്പോ അവര് പറയും പേടിച്ചെന്ന്, തോറ്റെന്ന്, ഷെഡിൽ കയറി. അങ്ങനെയൊക്കെ ആണല്ലോ ഇപ്പം ഡയലോഗ്. ഷെഡിൽ കയറി പേടിച്ച്, കേട്ടോ, ഇതോടെ തീർന്ന്. അതങ്ങനെ ഇരിക്കട്ടെ, നല്ലതാ. ഒഴിഞ്ഞു മാറുന്ന നല്ലതാ. നേർക്ക് നേരെ ചെല്ലാതിരിക്കുന്ന നല്ലത്. ഒഴിഞ്ഞങ്ങ് മാറി. ഒത്തിരി കുത്തിയതെല്ലാം ഭിത്തി. ദാവീദ് ഒഴിഞ്ഞു മാറി. ന്യായപ്രമാണത്തിന്റെ കോപ്പി കയ്യിലിരിക്കണം. ന്യായപ്രമാണത്തിന്റെ കോപ്പി ഒന്നുമില്ല, കൈ കുന്തവാ. 2, സഹോദരന്മാർക്ക് വിരോധമായിട്ട് ഹൃദയം പൊങ്ങരുത്. അയ്യോ, ഹൃദയവും പൊങ്ങി അങ്ങേയറ്റം പൊങ്ങി ഒടുവിൽ ദുരാത്മബാധിതനായി മൊരയും പതയും ചാടി ഭൂതം കയറി എന്തെല്ലാം വിക്രിയകളാ പുള്ളി. 3, പിള്ളേർക്ക് ഉപദേശം പറഞ്ഞ് ഉപദേശത്തിൽ വളർത്തണം. 3 പിള്ളേരുണ്ടായിരുന്നു. യോനാഥാൻ, അബീനാദാബ്, മൽക്കീഷുവ. പിള്ളേരെ പട്ടാളത്തിൽ വിട്ടു, മിലിറ്ററിയില്. അങ്ങനെയാണല്ലോ ഇപ്പൊ ആൾക്കാർ. പിള്ളേരെ മോനെന്തി, അവൻ ജൂഡോയാന്ന് വേർക്കാൻ പറഞ്ഞു. എന്ത് ചെയ്യുമ്പോ കുംഫു. അവസാനം നാട്ടിലുള്ള പിള്ളേരെല്ലാം നമ്മ കട്ടിലടി കയറി. കുംഫു 2 ദിവസം. പിന്നെ രാത്രി 2:30 കമ്പിളിപ്പാറപ്പെട്ട് പുതപ്പിച്ച് ഓട്ടോയിൽ ആരും കാണാതെ കുംഫുവിനെ അല്ല റോഡ് പണിക്കും കരികല്ലിലെ പണിക്കാണ് അച്ചായന്റെ കയ്യിൽ അടിക്കുന്നില്ല. കുംഫു വലിയ ക്രെഡിറ്റിലാ പറഞ്ഞത്. മോൻ അവൻ ജിമ്മ്, പിന്നെ അവന്റെ മാസം, അവൻ രാവിലെ ഇങ്ങനെ. കുഴപ്പമൊന്നുമില്ല. പിള്ളേർക്ക് ഉപദേശം പറഞ്ഞു, ഉപദേശത്തിൽ വളർത്തണം, നടത്തിയില്ല. പിള്ളേരെ മിലിറ്ററി വിട്ടു. അതുകൊണ്ട് എന്തുവാ, അപ്പന്റെ മുന്നിൽ കിടന്ന 3 പിള്ളേര് വെട്ടുകൊണ്ട് ചാകുന്നത് സ്വന്തം കണ്ണുകൊണ്ട് കണ്ടു. ഇത് കൂടുതൽ എന്നാ കാണാനാ?
സ്വന്തം മക്കൾ അപ്പന്റെ മുന്നിൽ കിടന്ന് ഫെലിസ്ത്യന്റെ വെട്ടുകൊണ്ട് പടഞ്ഞു മരിക്കുന്ന കഠോരമായ കാഴ്ച കണ്ട് ശൗൽ ഞെട്ടി, പേടിച്ചരണ്ടു പോയി. ഇപ്പൊ പേടിച്ചിട്ട് കാര്യമില്ല, നേരത്തെ നോക്കണം. അതെ, ശൗല് അങ്ങനെ പ്രമാണത്തിൽ നിന്നില്ല. അതുകൊണ്ട് ശൗലിനെ നീക്കിയിട്ട് ദൈവം ദാവീദിനെ ബോധിച്ച പുരുഷനാക്കി. ശൗലിന്റെ മരണം ദാരുണ മരണമാണ്. ശൗല് മരിച്ചത് എങ്ങനെയാന്ന് ശാമുവേലിന്റെ 1-ാം പുസ്തകം 31 പഠിക്കുമ്പോൾ ആത്മഹത്യ ചെയ്തതാണെന്ന് തോന്നും. പക്ഷെ 2 ശാമുവേൽ ഒന്നുകൂടെ ചേർത്ത് പഠിച്ചാൽ ആത്മഹത്യ ചെയ്തു, പക്ഷെ ഒക്കാതെ വന്നപ്പോൾ അമാലേക്യം വെട്ടിക്കൊന്നു. ദാരുണ മരണം. 3 പിള്ളേര് വെട്ടേറ്റ് പിടഞ്ഞു മരിച്ചു. എന്തിനേറെ ദാവീദിനെ ദൈവം രാജാവാക്കി. ദാവീദ് രാജാവായി കഴിഞ്ഞാൽ കാര്യങ്ങൾക്കെല്ലാം ഓർഡർ വരുന്നത്. മില്ലോ പണിതു, സംഭാരനഗരം പണിതു, ആരാധന ക്രമീകരിച്ചു, സംഗീതക്കാരെ നിയമിച്ചു, കൂറിന്റെ ക്രമത്തിൽ പുരോഹിതന്മാരെ എല്ലാം കൊണ്ട് എല്ലാം ഓർഡറാക്കി. നമ്മുടെ കാലത്തെല്ലാം ഓർഡറാകണം. ഞാൻ പറയുന്നുണ്ട്, നമ്മളൊരു സഭയിലോ ഒരു സ്ഥലത്തോ ചെന്നാൽ എല്ലാം അത് ഓർഡർ ആകണം. കുഴച്ചേച്ച് പോകരുത്, കുഴയ്ക്കരുത്, എല്ലാം അത് ഓർഡർ ആയിട്ടിരിക്കണം. ദാവീദിന്റെ കാലത്തല്ല, ശൗലിന്റെ കാലത്ത് ഇത് ഓർഡർ ഒന്നുമില്ല. ശൗലിന് ഇത് ഓർഡർ ആക്കാൻ നേരമില്ല. പുള്ളി എപ്പോഴും ഇല്ല എവിടെ മാതളനാരത്തിന്റെ കീഴില. 14 വായിച്ചേ. പുള്ളിക്ക് പ്രാർത്ഥിക്കാനും ആരാധിക്കാനും ഒന്നും നേരമില്ല. എപ്പോഴും മാതളം അടിച്ചു കിടക്കുക. വായിച്ച് 14:1 ശൗമേലിന്റെ 1-ാം പുസ്തകം 14:1. ഒരു ദിവസം ശൗലിന്റെ മകൻ യോനാഥാൻ തന്റെ ആയുധവാഹനത്തോട് വരിക, അങ്ങോട്ട് ഫെലിസ്ത്യരുടെ പട്ടാളത്തിനോട് ചെല്ലുക. പിന്നെ അവൻ അപ്പനോട് പറഞ്ഞില്ല, മൂപ്പലയോട് പുള്ളി പറഞ്ഞില്ല. കാരണം മൂപ്പല തന്നെ എടുക്കുക. അടുത്ത വാക്യം, ശൗൽ ഗിബയുടെ അതിരിങ്കൽ മിക്രോനിൽ മാതളനാരകത്തിന്റെ കീഴില. പുള്ളി ഇപ്പൊ ഭരണമൊന്നും വിഷയമല്ല, ആരാധനയും പ്രാർത്ഥനയൊന്നും പുള്ളിക്ക് ഇപ്പം വിഷയമല്ല. പുള്ളിക്ക് മാതളത്തിന്റെ കീഴിൽ നിന്ന് മാതളം കഴിക്കുക, ശരീരകാന്തി വർദ്ധിപ്പിക്കുക, പിന്നെ മാതളത്തിന്റെ തോട് തേനിനകത്ത് ചാലിച്ച് മാസത്തിൽ പോയി ഡൈ അടിക്കുക. പിന്നെ ഉണ്ടല്ലോ തേക്കുന്നതൊക്കെ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നില്ലേ? പിന്നെ ഫെലിസ്ത്യൻ വന്ന് വാളയം അടിച്ചു കിടക്കുക. പുള്ളിക്ക് അത് വിഷയമല്ല, വിഹിതമല്ല. അതുകൊണ്ട് നിങ്ങളുടെ ഇടയിൽ നിന്ന് ജ്ഞാനവും നല്ലത് ഏറ്റവും പരിശുദ്ധാത്മ നിറവുള്ള 6 പേരെ തിരഞ്ഞെടുക്കും. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉദ്ധരിക്കും. പ്രമാണമൊക്കെ ഇതാ. അതെ, ഓടിച്ച് മുമ്പോട്ട് പോകാം. ശൗലിന് ഇതൊന്നും വിഷയമല്ല. പുള്ളി മിക്രോനിൽ മാതളനാരകത്തിന്റെ കീഴിൽ കാറ്റുമൊക്കെ കൊണ്ട് സുഖവാസം. ഇപ്പൊ ചില പറഞ്ഞില്ലേ, ഇപ്പോൾ വിശ്രമ ജീവിതമാണ്. അങ്ങനൊരു ജീവിതം പുസ്തകത്തിലില്ല. മരണം വരെ ശുശ്രൂഷ. ആയുസ്സും ആരോഗ്യവും ഓർമ്മയും ഉണ്ടെങ്കിൽ ആർക്കും ഒന്നും വരാതിരിക്കട്ടെ. എന്റെ സഹപടന്മാരോടും പിതാക്കന്മാരോടും പറയാ, ആരോഗ്യവും ആയുസ്സും ദീർഘായുസ്സും എല്ലാവർക്കും ദൈവം തരട്ടെ. മരണം വരെ ആ ശുശ്രൂഷ. ഇതിനകത്ത് റിട്ടയർമെന്റ് ഒന്നും ഇല്ല, സ്തോത്രം ഇല്ലെന്ന്. ഇപ്പൊ ചൊല്ലി പറഞ്ഞ അതാരാ? അത് ഞങ്ങളുടെ റിട്ടയർഡ് പാസ്റ്റാണ്. എടാ പോടാ, ആരുടെ റിട്ടയർഡ് പാസ്റ്റ്? ബോധമെന്ന് പറയുന്നത് എവിടെ ചെന്ന് തീരും? പിള്ളേരുകൾ ആ രാജ്യം 2 ആയത് രെഹബ്യാമിന്റെ കാലത്ത്. പുസ്തകം വായിക്കണം. എബ്രാഹിം ഗോത്രത്തിൽ നബാത്തിന്റെ മകനാകുന്ന യൊരേബയ, അപ്പറേ ശലോമോന്റെ മകൻ രെഹബയ. പിള്ളേര് പറഞ്ഞു കൊടുത്ത് വല്യപ്പമ്മനെ ഒന്നും കാര്യമൊക്കെ തട്ടിക്കളഞ്ഞേക്കാം. രാജ്യം 2 ആയി. ചിന്തിരിപ്പുണ്ടാക്കും. പ്രായമുള്ളവർ വേണം. പട്ടത്തിലൊരു ജ്ഞാനി വാർത്തല്ലോ, സഭാപ്രസംഗിയില് ഒരു ജ്ഞാനി, അവൻ കാര്യം പറഞ്ഞു കൊടുത്തു. ദൈവത്തിന് മഹത്വം. പ്രായമുള്ളവർ സഭയെ വേണം, പിതാക്കന്മാര് വേണം, മാതാക്കൾ വേണം. അപ്പൊ പ്രായമുള്ളവർ എങ്ങനെയും പോയി കിട്ടണമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുക ആൾക്കാർ. നിനക്ക് ഇത് തന്നെ ഗതിയെന്ന് ഓർത്തോണം. അതാ ഞാൻ ആ ഭാഗം അങ്ങ് വിടുകയാണ്. ദൈവത്തിന് മഹത്വം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ശൗലിന് ഇതൊന്നും വിഷയമല്ല. എന്നാൽ ദാവീദിന്റെ കാലം വന്നപ്പോൾ ഇതെല്ലാം ഓർഡറാക്കി. മില്ലോ പണിതു, കോട്ട പണിതു, സംഭാരനഗരം പണിതു, ആഭ്യന്തരം സുസജ്ജമാക്കി, ആരാധന ക്രമീകരിച്ച് പെട്ടകം ദാവീദ് കുതിരിച്ചു കൊണ്ടുവന്നു. അതല്ലേ പ്രധാന വിഷയം. ശൗലിന്റെ കാലത്ത് ഇത് ഗണ്യമാക്കിയില്ല. എന്നാൽ ദാവീദ് പെട്ടകം തിരിച്ചുകൊണ്ടു എന്ന് പറഞ്ഞാൽ ആരാധന യഥാസ്ഥാനത്താക്കി. എല്ലാം ക്രമീകരിച്ചിട്ട് ദാവീദ് പറയുന്ന ഒരു ഭാഗം ആ കുറുവാക്യം വായിച്ചത്. ഇനി 9-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വായിച്ച കുറുവാക്യം. ദാവീദ് അവനോട് ഭയപ്പെടേണ്ട, നിന്റെ അപ്പനായ യോനാഥാന്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ച് നിന്റെ അപ്പനാകുന്ന ശൗലിന്റെ നിലമെല്ലാം ഞാൻ നിനക്ക് മടക്കി തരും. ഓടിച്ചു പറയാ. ദാവീദ് അവനോട് പറയാ, ഭയപ്പെടേണ്ട. ആരോട്
മെഫീബോശത്തിനോടാ പറയുന്നത്. ആരായി മെഫീബോശത്ത്? യോനാഥാന്റെ മകൻ ശൗലിന്റെ കൊച്ചുമകൻ ബെന്യാമീൻ ഗോത്രക്കാരനാ. അപ്പൊ യോനാഥാന്റെ മകനാകുന്ന മെഫീബോശത്തിനോട് ദാവീദ് പറയുക, മെഫീബോശത്തെ ഭയപ്പെടേണ്ട, നിന്റെ അപ്പനാകുന്ന യോനാഥാന്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ച് നിന്റെ വല്യപ്പന്റെ നിലമെല്ലാം നിനക്ക് മടക്കി തരിക, പിന്നെ നീയോ നിത്യം എന്റെ മേശയിൽ നിന്ന് ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞാൽ ഇത് പറയാൻ കാര്യമുണ്ട്. ഓടിച്ചോടിച്ച് വായിച്ച് സഹായിക്കണം, സമയം പോകുന്നത് കൊണ്ട് കടികടാന്ന് വായിക്കണം. യോനാഥാന്റെ മകനാകുന്ന മെഫീബോശത്തിനോട് ദാവീദ് ഇത് പറയാൻ കാര്യം 9:1 വായിച്ചേ. അനന്തരം ദാവീദ്, ഞാൻ യോനാഥാന്റെ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിരിക്കുന്നുവോ എന്ന് ദാവീദ് ഒരു ചോദ്യം ചോദിക്കുക. ഞാൻ യോനാഥാന്റെ നിമിത്തം ദയ കാണിക്കാൻ ശൗലിന്റെ കുടുംബത്തിൽ ആരേലും ഉണ്ടോ? ഈ ചോദ്യം ചോദിക്കാൻ കാര്യം നാട്ടിൽ കേട്ടിരിക്കുന്ന വർത്തമാനം. ശൗലിന്റെ കുടുംബം മുഴുവൻ നശിച്ചു പോയി. ഒരെണ്ണം ആ കുടുംബത്തിലില്ല. നാം നാട്ടിൽ കേട്ട വർത്തമാനം. ഞങ്ങളുടെ നാട്ടിൽ അതിന് പറയുന്ന കരക്കമ്പി എന്ന് പറയും. കരക്കമ്പി അടിച്ചിരിക്കുന്നത് ശൗലിന്റെ കുടുംബം മുഴുവൻ മുടിഞ്ഞ് മുണ്ടക്കോല തല്ലി. അതിന്റെ വെളിച്ചത്ത് ദാവീദ് ചോദിക്കുക, ഇനി ആരേലും ഉണ്ടോ? എന്തിന്? ഞാൻ യോനാഥാന്റെ നിമിത്തം. അതെന്നാ യോനാഥാന്റെ നിമിത്തം ദയ കാണിക്കാൻ? യോനാഥാനും ദാവീദ് ഉറ്റമിത്രങ്ങളാണ്. 18:1 വായിച്ചേ. ശാമുവേലിന്റെ 1-ാം പുസ്തകം 18-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. എല്ലാം അറിവുള്ള വാക്യമാ, വായിച്ചു. അവൻ ശൗലിനോട് സംസാരിച്ചു തീർന്നപ്പോൾ യോനാഥാന്റെ മനസ്സ് ദാവീദിന്റെ മനസ്സോട് പറ്റിച്ചേർന്നു. യോനാഥാൻ അവരെ സ്വന്തം പ്രാണനെ പോലെ ദാവീദിനെ യോനാഥാൻ സ്നേഹിച്ചു. വിവരിക്കുന്നില്ല സ്നേഹിക്കാൻ കാരണം 17-ാം അധ്യായത്തിലെ ശുശ്രൂഷയാണ്. എന്തുവാ 17-ലെ ശുശ്രൂഷ? അയ്യോടി നെടുപ്പമുള്ളൊരുത്ത നിൽക്കുക ഗോലിയാത്ത്. അവന്റെ ഉയരം എത്രയാ? 6 മുഴം 1 യാണ്. കടാമുട്ടനെടുത്ത് നിൽക്കുക. 17:4 ഇവന്റെ പ്രകൃതി. അപ്പോൾ ഫെലിസ്ത്യരുടെ പാളയത്തിൽ നിന്ന് ഗത്തിനായ ഗോലിയാത്ത് എന്നൊരു മല്ലൻ പുറപ്പെട്ടു വന്നവൻ 6 മുഴം 1 ഞാൻ നെടുപ്പ്. അവന്റെ തലയിൽ വലിയ താമര ശിരസ്സൻ. അവൻ 5000 ശേക്കെൽ തൂക്കമുള്ള താമര കവചം ധരിച്ചവന് കാൽച്ചട്ടയ്ക്ക് ചുമലി താമരം കൊണ്ടൊരു വേലുമുണ്ട്. അവന്റെ കുന്തത്തിന്റെ തണ്ട് നെയ്ത്തുകാരന്റെ പടപ്പ് തടി പോലെ. കുന്തത്തിന്റെ അലക 600 ശേക്കെൽ ഇരുമ്പ്. ഒരു പരിചയക്കാരൻ അവന്റെ മുൻപിലുമുണ്ട്. വ്യാഖ്യാനിക്കാൻ നേരമില്ല. 6 മുഴം ഉയരമുള്ള 1 ഞാൻ നെടുപ്പുള്ള ഒരു ഗടാമുട്ടൻ ഒരുത്തൻ. ഇവ തനി പിശാച. കാരണം ഇവൻ കണക്ക് തെറ്റിയവനാ. 6 മുഴം 6 എന്നുള്ളത് തന്നെ സാധാന്യ കണക്കാ. 6-ാം ദിവസം മനുഷ്യൻ സൃഷ്ടിച്ചു. ആ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ 6 എന്നുള്ളക്കം സാധാന്യമായി. അതുകൊണ്ടാണ് മിസ്രയീമിൽ ജനിച്ച പിള്ളേർ 6. മിസ്രയീമിലെ ഭക്ഷണം 6. ദാനിയേൽ പ്രവചനം 3 ബിംബത്തിന്റെ ഉയരം 60, വണ്ണം 6, മുഴുവൻ 6. സാധാന്യ മുദ്ര വെളിപ്പാടിൽ 3, 6, 6, 6, 6. അപ്പൊ 6ന്റെ അക്കവും പെരുക്കവും എല്ലാം സാധാന്യമാണ്. അതാണ് നമ്മൾ 6 ദിവസം ഒന്നും ഉപവാസ പ്രാർത്ഥന വെക്കാതെ. നമ്മൾ വെക്കുന്നതല്ല 1, 3, 7, 21. 6 തന്നെ വെക്കാതെ. 6 സാത്താന്റെ കണക്ക. അപ്പൊ 6ന്റെ അക്കവും പെരുക്കവും സാധാന്യം. അങ്ങനെ 6 മുഴം ഉയരമുള്ളവൻ തനി പിശാച. ഇവനെ വന്നം കൊണ്ട് നിന്ന് വെച്ച് വെല്ലുവിളിക്കും. ഇവന്റെ വെല്ലുവിളി 8-ാം വാക്യം വായിച്ച് ഓടിച്ചോടിച്ച് പോകാം. 8-ാം വാക്യം 8. ഇസ്രായേൽ നിരകളോട് വിളിച്ചു പറഞ്ഞത്, നിങ്ങൾ വന്ന് പടക്കി അണിനിരക്കുന്നതിന് ഞാൻ ബലിസന് നിങ്ങളുടെ യൗവനന്റെ ജയകരമല്ലയോ? നിങ്ങൾ ഒരുത്തനെ തെരഞ്ഞെടുത്ത് ഇറക്കപ്പെടണം. അവനുമായിട്ട് ഞാൻ പൊരുതും. അവൻ എന്നെ തോൽപ്പിച്ചാൽ ഞങ്ങളെല്ലാം നിങ്ങൾക്ക് അടിമ അല്ല. ഞാൻ അവനെ തോൽപ്പിച്ച നിങ്ങളെല്ലാം ഞങ്ങൾക്ക് അടിമ. ഇതാ വെല്ലുവിളി. ഇസ്രായേലിൽ മിടുക്കന്മാർ നിൽക്കുക. ഒരുത്തൻ ചെല്ലുന്നില്ല വെല്ലുവിളിക്കുമ്പോ. BTH, BD, MDY, MTH, റിസർച്ച്, ഡോ, റവ, മൈദ, ആട്ട, ഗോതമ്പ് പൊടി, പിന്നെ പയറുപൊടി എല്ലാം ഇഷ്ടം പോലെ വിവരിക്കുന്നില്ല. എന്തോ ചെയ്തു. 24-ാം വാക്യം വായിച്ച 24. അവനെ കണ്ടപ്പോൾ ഇസ്രായേലൊക്കെയും ഏറ്റവും ഭയപ്പെട്ട് അവന്റെ മുൻപിൽ നിന്ന് ഓടി. എങ്ങനെയുണ്ട്? ഡോയും റയും അല്ല, ഓട്ട ഉഷ പോലും ഒപ്പ് എത്തുന്നില്ല. സകല ഡോയും റവയും മൈദ എല്ലാം ഓടി ഊപ്പാട് വരിക. കാരണം ഒരുത്തൻ നിന്ന് വെല്ലുവിളിക്കുന്നു. തന്റെ കൊണ്ടേ വരാൻ സകല എണ്ണ ഓടി. ഞാൻ വിവരിക്കുന്നില്ല. ഓടിപ്പോയപ്പോൾ ഒരു പയ്യൻ കയറി വന്നു. അതാ ദാവീദ്. കയറി വന്ന അവൻ ചേട്ടായിമാര് ഷമ്മ, ഏലിയാബ്, ശിമയ്യൊക്കെ ഉണ്ട്. അപ്പം പയ്യനെ കണ്ടപ്പം ചേട്ടായി വെച്ചു, ഞങ്ങൾ 21 നിന്നിട്ട് 40 ഇരുന്നിട്ട് അവൻ താഴെ നീ ആടിനെയൊക്കെ ഏൽപ്പിച്ചു. അവനെ ഞാൻ താഴെ ഇടും. ഒന്നോടത്തും ചോദിച്ചു, ഏത് സാർ AG ആണോ? നമ്മൾ AG DG ഒന്നുമല്ല, IPC ആണോ? ഞാൻ ഇന്ന് വരെ കുമ്പനാട് കണ്ടിട്ട് പോലും
ചച്ചക്കോണാണ്, എനിക്കറിയത്തില്ല. ഷാരോനോ, എനിക്കതൊന്നും അറിയത്തില്ല. മെയിൻ ആൾക്കാർക്ക് ഞങ്ങളിവിടെ സമയം കൊടുക്കുകയുള്ളൂ. മെയിനെല്ലാം എനിക്ക് 40 ദിവസമായിട്ട് എല്ലാം ഉച്ച കഴിഞ്ഞ് ഓടുക. രാവിലെ വരും, ഉച്ച കഴിഞ്ഞ് ഓടും. പയ്യൻ പറഞ്ഞ് ഞാൻ ചട്ടക്കോടും IPC അസംബ്ലി കൂടെ ഷാരോനും TPM ആ ന്യൂ ഇന്ത്യയും ഒന്നുമല്ല. പക്ഷെ ഒരു കാര്യം അറിയാം, എൻ്റെ മേലൊരു അഭിഷേകമുണ്ട്. അപ്പൊ ഒരുത്തൻ ചോദിച്ചു, എന്തുവാ നിന്റെ അഭിഷേകം? അത് സാക്ഷ്യത്തിന് 2 മിനിറ്റ്. പിന്നെ പറഞ്ഞു, സാക്ഷ്യത്തിന് അങ്ങനെ വെളിയിൽ നിന്ന് വരുന്നവർക്ക് ഞങ്ങൾ എങ്ങനെ കൊടുക്കുക? അത് പിന്നെ കമ്മിറ്റിക്കാരോട് ചോദിക്കണം. കമ്മിറ്റിയിലുള്ളത് ഒരു സാക്ഷ്യവും ഇല്ലാത്തതാണ്. എന്നാലും വേറൊരാൾ സാക്ഷി പറയണമെങ്കിൽ അവരോട് ചോദിക്കണം. അങ്ങനെ സാക്ഷ്യം ചോദിക്കും. അങ്ങനെ പറഞ്ഞു, ഇനി അങ്ങനെ വെളിയിൽ നിന്ന് വരുന്നവർക്ക് കൊടുക്കാനൊന്നും സമയം ഇല്ല. ബേച്ചായം പറയാനുണ്ട്, ജോർച്ചായം പറയാനുണ്ട്, തങ്കച്ചായൻ ലാസ്റ്റ് എഴുന്നേക്കും. തങ്കച്ചായൻ്റെ വൈഫാണ് സഹോദരിമാരുടെ കൂട്ടത്തിൽ ഒടുവിൽ എഴുന്നേക്കുന്നത്. എല്ലാം വലിയ പുള്ളിക്കാരാണ്. അപ്പൊ അതിനിടയ്ക്ക് ഇവൻ എങ്ങനെ പറഞ്ഞു, എനിക്ക് തോന്നുന്ന പയ്യൻ എന്തോ സാക്ഷ്യമുണ്ട്. ഒരു കാര്യം ചെയ്യും, ഒരു 1.5 മിനിറ്റ് കൊടുക്കുക. മറ്റേതെല്ലാം 8 മിനിറ്റ് മെനക്കേടാ. ഇവൻ 1.5 മിനിറ്റ്. അവൻ പറഞ്ഞു, എടാ പിന്നെ നമ്മൾ കമ്മിറ്റി പറഞ്ഞു, പിന്നെ വേവിച്ചാൽ കനിഞ്ഞത് കൊണ്ടാണ് നിനക്ക് 1.5 മിനിറ്റ് തരുന്നത്, എടുക്ക്. അവൻ പറഞ്ഞു, എനിക്ക് 1.5 വേണ്ട, 1 മതി, അരയും കൂടെ വേവിച്ച് കൊടുത്തേക്കാൻ പറഞ്ഞു. അവൻ പറഞ്ഞ സാക്ഷ്യം ഇതാ, ഒരിക്കൽ എൻ്റെ അപ്പന്റെ ആടുകളെ മേടിച്ചുകൊടുത്തപ്പോൾ ഒരു സിംഹം വന്ന് ആട്ടുംകുട്ടിയെ പിടിച്ചു, നോക്കി നിന്നില്ല, നേത്താടിയും കീത്താടിയും അകത്തിയ ചാട്ടുംകുട്ടിയെ പിടിച്ചു വാങ്ങി. ഇതുപോലെ ഒരു കരടി ഒരിക്കൽ വന്നു. കരടി വന്ന് എൻ്റെ ആട്ടുംകുട്ടിയിൽ നിന്ന് ഒന്നിനെ പിടിച്ചപ്പോൾ നോക്കി ഒറ്റയടിക്ക് കരടിയെ ഒതുക്കിയപ്പം അവൻ്റെ ഇത് ആട്ടുംകുട്ടിയെ, എന്റെ ഭാഷ പറഞ്ഞ സിംഹം വന്നപ്പോ സിംഹത്തെക്കാളും ബലം, കരടി വന്നപ്പോ കരടിയെക്കാളും ബലം. അങ്ങനെയെങ്കിൽ ഗോലിയാത്താ നിൽക്കുന്നത്, അവനിലും ബലം പകരാൻ പോവുക. നിനക്കെതിരെ വരുന്നതിനെ തകർക്കുന്ന ദൈവശക്തി നിന്റെ മേൽ പകരുന്നത്. ബ്രെയിൻ ട്യൂമർ ആണെങ്കിൽ അതിനെ നിർവീര്യമാക്കുന്ന ആത്മശക്തി നിന്റെ മേൽ പകരാൻ പോകുന്നത്. ക്യാൻസർ ആണെങ്കിൽ അതിനെ നിർവീര്യപ്പെടുത്തുന്ന ആത്മശക്തി നിന്റെ മേൽ പകരുന്നത്. അവൻ പനിയാണെങ്കിൽ ആ പനിയെ നിർവീര്യമാക്കുന്ന ദൈവശക്തി നിന്റെ മൺകൂടാരത്തിൽ പകരുന്നത്. നിനക്ക് വിരോധമായിട്ട് ആര് വന്നാലും, ഏത് ശക്തി വന്നാലും, അത് രോഗമാകട്ടെ, പീഡകളാകട്ടെ, ഏത് പ്രതികൂലമാകട്ടെ വന്നാൽ അതിനെ നിർവീര്യമാക്കുന്ന ആത്മശക്തി എന്റെ നിങ്ങളുടെ മൺകൂടാരങ്ങളിൽ പകരും. സിംഹം വന്നപ്പോൾ സിംഹത്തെക്കാളും ബലം, കരടി വന്നപ്പോൾ കരടിയെക്കാളും ബലം. അങ്ങനെയെങ്കിൽ ആറുമുട ഉയരമുള്ള ഇവനിലും ബലം ദൈവം എനിക്ക് പകരുക. ഹല്ലേലൂയ. ഈ സാക്ഷ്യമല്ല വിവരിക്കുന്നില്ല, സാക്ഷ്യമെല്ലാം കേട്ട് എന്തിനാണ് ദാവീദ് സാക്ഷ്യമെല്ലാം പറഞ്ഞ് അവര് ചോദിച്ചു, അബ്നേരെ പയ്യൻ ഏതാണെന്ന് ചോദിച്ചു. പയ്യൻ ഇശായിയുടെ ഇളയനാണ്. നമ്മുടെ ബൈബിൾ സ്കൂളിലാണോ പഠിച്ചു? അബ്നേര് നമ്മുടെ ബൈബിൾ സ്കൂളിൽ പഠിച്ചതല്ലാണ്ട് ഓടുന്നെന്ന് പറഞ്ഞു. വീട്ടിൽ വീഡിയായിട്ട് ഓട്ടം ചിലടെ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞു. വലിച്ചോണ്ടാ ഓടുക. അപ്പം ദാവീദിന്റെ കയ്യിൽ ബീഡിയും സിഗരറ്റും ഒന്നും ഇല്ലെങ്കിലും ഒരു കിന്നരമുണ്ട്. ആ കിന്നരമെടുത്ത് തൂര്യ നാളത്തിൽ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുക. എന്തിനേറെ സഞ്ചിക്കകത്ത് കൈകിട്ട് ഒരു കല്ലെടുത്ത് കമണയിൽ വെച്ച് ഫെലിസ്ത്യന്റെ തിരുനെറ്റിക്കിട്ട് നോക്കി കൃപയിൽ നിറഞ്ഞ് ഒരൊറ്റ ഏറ് കൊടുത്തു. സൂക്ഷം കല്ല് തിരുനെറ്റി അവൻ കവണ്ണ് വീണു. എന്തിനേറെ വിസ്തരിക്കുന്നില്ല. കവണ്ണ് വീണപ്പം ഫോട്ടോ എടുത്ത് വാട്സപ്പിനകത്തും ഫേസ്ബുക്കിൽ ഇടുകയല്ല, ലൈവിലുണ്ട്. ഇതാണ് ഗോലിയാത്ത്, ഇതാണ് ഗോലിയാത്തിന്റെ നെറ്റി, ഇവിടെയാണ് ഞാൻ എറിഞ്ഞ കല്ല്, ഇതാണ് കല്ലിന് ലൈക്ക് അടിച്ചാട്ട്. ഈ പൊട്ടൻ കടാപ്പനൊക്കെ എന്നാ ചെയ്യണം? ഇത് കല്ലിന് ലൈക്ക് അടിക്കുകയല്ല, അവൻ കവണ്ണ് വീണപ്പം ഫോട്ടോ എടുത്ത് നടക്കുകയല്ല. എന്റെ ഭാഷയിൽ പറയാ, വാക്യം വായിച്ചു, ശൈലി എന്റെതാ. ഓടി അങ്ങോട്ട് എന്ന് എന്റെ ഭാഷയാ. അവന്റെ നെഞ്ചത്ത് തോറി ചവിട്ടി ഗോലിയാത്തിന്റെ ഉറകിൽ നിന്ന് അവന്റെ വാൾ ഊരി അവന്റെ തല വെട്ടി ജയഭേരി മുഴക്കി വരിക. ഇതാണ് കാൽവറിയിൽ നടന്നത്. ഇതാണ് കാൽവറിയിൽ നടന്നത്. എന്താ 40 ദിവസമായിട്ട് ഒരുത്തൻ വെല്ലുവിളിക്കുക, കൊല്ലും 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 കൊല്ലും. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം മുതൽ അവൻ ജയഭേരി മുടക്കുക, മരണം മരണം മരണം, കൊല്ലും 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 കൊല്ലും. എത്ര എണ്ണത്തിനെ കൊന്നു? ഇപ്പോഴും അതിന്റെ ഭീതി വിതച്ചോണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ആ ദാവീദ് അങ്ങോട്ട് കയറി ചെന്ന് അവന്റെ ഉറയിൽ നിന്ന് അവന്റെ വാളൂരി അവന്റെ പെടലി വെട്ടി. ഇത് കാൽവറിയിൽ നടന്നു. മരണത്തിന്റെ അധികാരിയാകുന്ന പിശാചിനെ തന്റെ മരണത്താൽ കാൽവറിയിൽ വെച്ച് പരാജയപ്പെടുത്തി
ആയുധം. ഓ കൃപ, അവന്റെ ആയുധം, അതാ മരണത്തിന്റെ ആയുധം. അത് ഊരിയെടുത്തെന്ന് യേശു അവനെ ജയിച്ചു. ടി കേസ് പാടിയൊരു പാട്ടിന്റെ വരിയുണ്ട്, മരണത്താൽ മാറും അധിപതിയും പിൻപേ പോയവർ ലജ്ജിക്കുമ്പോൾ നാമവൻ നാമത്തിൽ ജയ് വിളിക്കും. അമ്മേ മരണത്താൽ മാറും അധിപതിയും പിൻപേ പോയവർ ലജ്ജിക്കുമ്പോൾ നാമവൻ നാമത്തെ വിളിക്കും. ഓ മരണത്തെ ജയിച്ചൊരു ജയവീര, മരണത്തെ ജയിച്ചൊരു ജയവീര, ഒരു ഭാഗ്യവും അവനെ അനുഗമിപ്പതു യോഗ്യം. അവനെ അനുഗമിപ്പതു യോഗ്യം. ഓ യേശുവിൻ ജനമേ ഭയമെന്തിനകമേ ദേശവും കലങ്ങേണ്ട. നാമവൻ ദാസരായി വസിച്ചില്ല. യേശുവിൻ ജനമേ ഭയമെന്തിനകമേ ദേശവും കലങ്ങേണ്ട. നാമവൻ ദാസരായി വസിച്ചില്ല. ഓ മരണത്താൽ മാറും അധിപരിമിന്റെ പോയവർ ലജ്ജിക്കുമ്പോ നാമവൻ നാമത്തിൽ ജയ് വിളിക്കൂ. ഓ മരണത്തെ ജയിച്ചൊരു ജയവീര, മരണത്തെ ജയിച്ചൊരു ജയവീര. ഓ ചരണത്തിൽ തീർന്നതൊരു ഭാഗ്യമേ, അവനെ അനുഗമിപ്പതു യോഗ്യം. അവനെ അനുഗമിപ്പതു യോഗ്യം. ചുരുക്കി പറഞ്ഞാൽ മരണത്തിന്റെ അധികാരിയാകുന്ന പിശാചിനെ അടിച്ച് തേരയിട്ട് അവന്റെ ആയുധമെടുത്ത് അവൻ യേശു ജയിച്ചു. ഇതാ ദാവീദ് ചെയ്തത്. പ്രതിരൂപ സ്വരൂപമല്ലേ ഈ ശുശ്രൂഷ? യോനാഥാൻ കണ്ടോണ്ട് നിൽക്കുക, യോനാഥാൻ കണ്ടോണ്ട് നിൽക്കുക. ശുശ്രൂഷയൊക്കെ കഴിഞ്ഞപ്പം യോനാഥാന്റെ മനസ്സ് ദാവീദിന്റെ മനസ്സോട് യേശുവിനെ സ്നേഹിക്കാൻ കാര്യം അതാണ്. മരണഭീതിയിൽ നിന്ന് നിനക്ക് രക്ഷ തന്നു, നിന്റെ പാപത്തിൽ നിന്ന് നിന്നെ വിടുവിച്ചു, നിന്റെ രോഗത്തെ സൗഖ്യമാക്കി, നിനക്ക് സമാധാനം നൽകി. യേശു നിന്നെ